ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ആനന്ദ നിലയമാണ്. ശ്രീകുട്ടി അശ്വതിയും കൂട്ടിക്കൊണ്ട് അരുണിൻ്റെ മുറിയിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ വസുന്ധര ശ്രീകുട്ടിയെ തടയുകയാണ്. മോളെ, ദേ താഴെയുള്ള മുറിയാണ് മോളുടെയും അമ്മയുടെയും, അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ വസുന്ധര പറയുമ്പോൾ അമൃത അവർ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. തുടർന്ന് അരുണിനോട് വസുന്ധര ചോദിക്കുകയാണ്, അല്ല അരുൺ, നീ അവളെ എങ്ങോട്ടേക്കാണ് കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കിയത്? നിന്റെ മുറിയിലേക്കോ? ഐശ്വര്യ ഇവിടുന്ന് പോയെന്ന് കരുതി ഇവള് നിന്റെ ഭാര്യയാകത്തൊന്നുമില്ല. ഞാനങ്ങനെ ഒരിക്കലും അംഗീകരിക്കുന്നുമില്ല. അത്രയും പറഞ്ഞ് വസുന്ധര അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് അഖിലിനെയും ശ്യാമയുമാണ്. എന്താ ശ്യാമേ, എന്താടോ ഒരു വയ്യായിക പോലെയെന്ന് അഖിൽ ചോദിക്കുമ്പോൾ ശ്യാമ പറയുകയാണ്, ഞാൻ അശ്വതി ചേച്ചിയുടെയും മോളുടെയും കാര്യം ഓർക്കുകയായിരുന്നു. അശ്വതി ചേച്ചിയും മോളെയും ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവന്ന വിവരം ഐശ്വര്യടുത്തി അറിഞ്ഞാൽ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? പോരാത്തതിന് എന്തിനും ഏതിനും കൂട്ടായിട്ട് അവരുടെ അമ്മയുമുണ്ട്. പിന്നെ ജയേഷ്, മോള് സ്കൂളിലൊക്കെ പോകുന്നതല്ലേ, അയാൾ എന്തും ചെയ്യാൻ മടിയില്ലാത്ത കൂട്ടത്തിലാ. നിയമപ്രകാരം ഇപ്പോഴും അരുണേട്ടൻ്റെ ഭാര്യ തന്നെയാ ഏട്ടത്തിയെന്ന് ശ്യാമ പറയുമ്പോൾ ഡിവോഴ്സ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളെന്ന് അഖിൽ പറയുന്നു. ഒന്നും അത്ര സിമ്പിളായിട്ട് നടക്കില്ല സാർ. എന്താണെങ്കിലും ഒരിക്കലും അരുണേട്ടന് ഡിവോഴ്സ് കൊടുക്കാൻ ഏട്ടത്തി സമ്മതിക്കില്ല. ഈ വീട്ടിൽ എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങൾ വരാൻ പോകുന്നെന്നാ എൻ്റെ മനസ്സ് പറയുന്നത്. അതൊക്കെ ശ്യാമയുടെ വെറും തോന്നൽ മാത്രമാ. താനേ ഓരോ കാര്യം ഓർത്തിങ്ങനെ ടെൻഷൻ ആകാതെ. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് സാറ്റ് കളിക്കുന്ന അരുണിനെയും ശ്രീകുട്ടിയുമാണ്. അങ്ങനെ അവർ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് അശ്വതി വരുന്നു. അശ്വതി ശ്രീകുട്ടിക്ക് ഒരു ഐസ്ക്രീം കൊടുക്കുകയാണ്. അമ്മേ, ഈ അരുണങ്ങൾ മുഴുവൻ കള്ളക്കളിയാണെന്ന് ശ്രീകുട്ടി പറയുമ്പോൾ അശ്വതി പറയുകയാണ്, അങ്കിളല്ലേ മോളെ, മോളുടെ അച്ഛനായത്. അമ്മ പറയുന്നത് സത്യമാണോ? ഇതെൻ്റെ അച്ഛനാണോ എന്ന് ശ്രീകുട്ടി ചോദിക്കുമ്പോൾ അതെ എന്ന് അശ്വതി പറയുന്നു. ഇത് കേൾക്കുന്ന ശ്രീകുട്ടി അരുണിനെ നോക്കുമ്പോൾ അരുൺ ശ്രീകുട്ടിയെ സന്തോഷത്തോടെ കോരിയെടുക്കുകയാണ്. അങ്ങനെ അവർ പരസ്പരം ഐസ്ക്രീം കൊടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് ദേഷ്യത്തോടെ വരുന്ന ഐശ്വര്യ അശ്വതിയുടെ കയ്യിൽ നിന്നും ഐസ്ക്രീം തട്ടിക്കളഞ്ഞതിന് ശേഷം അശ്വതിയുടെ മുഖമടക്കി ഒന്ന് കൊടുക്കുകയാണ്. ഇത് കണ്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് അരുൺ. പെട്ടെന്ന് അരുൺ ഉറക്കത്തിൽ നിന്നും ചാടി എഴുന്നേൽക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് അശ്വതിയാണ്. എന്നെങ്കിലും എൻ്റെ മോൾക്ക് അവളുടെ അച്ഛനോടൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് അശ്വതി. അതേസമയം അവിടെ ഒരു ഐശ്വര്യയുടെ ഫോട്ടോ കാണുമ്പോൾ അശ്വതി പേടിയോടെ അതിലേക്ക് നോക്കുന്നു. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് ശ്യാമ തൻ്റെ കണ്ണനോട് എല്ലാവർക്കും നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നതാണ്. അതേസമയം ശ്യാമയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. പ്രൊഡ്യൂസറായിരുന്നു ശ്യാമയെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഈ വർഷത്തെ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം ശ്യാമയ്ക്കാണെന്ന് പ്രൊഡ്യൂസർ പറയുന്നു. അങ്ങനെ ശ്യാമയ്ക്ക് ആ വാർത്ത കേട്ട് സന്തോഷമാവുകയാണ്. ശ്യാമ തൻ്റെ കണ്ണനോട് നന്ദി പറയുകയാണ്. അഖിൽ സാറിന് വേണം ആദ്യം ഇതറിയിക്കാൻ. അത്രയും പറഞ്ഞുകൊണ്ട് ശ്യാമ അഖിലിനെ വിളിച്ച് തനിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്ന കാര്യം പറയുകയാണ്. ഇത് കേൾക്കുമ്പോൾ അഖിലിനും സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് ക്ഷേത്രത്തിൽ പോയി തിരികെ വരുന്ന ശ്യാമയാണ്. ശ്യാമ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ശ്യാമയ്ക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടുന്നതിന് എല്ലാവരും കൈയടിയോടെ സ്വീകരിക്കുന്നതാണ്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ മോളെ, എൻ്റെ മോള് ഉയരങ്ങളിലെത്തുമെന്ന്. ഇത് കേൾക്കുന്ന വസുന്ധര ശ്യാമയെ ചേർത്ത് പിടിക്കുകയാണ്. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമുണ്ട് മോളുടെ വിജയത്തിനെന്ന് വസുന്ധര പറയുമ്പോൾ ശ്യാമ പറയുകയാണ്, അമ്മേ, ഇതെൻ്റെ വിജയമല്ല അമ്മേ, അമ്മയുടെ മകൻ്റെ വിജയമാ. അമ്മയുടെ മോൻ്റെ പ്രോത്സാഹനവും സ്നേഹവും ഒക്കെ കൊണ്ട് മാത്രമാ ഞാനിപ്പോൾ ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. ഇത് കേൾക്കുന്ന അഖിലിന് സന്തോഷമാവുകയാണ്. തുടർന്ന് ഓരോരുത്തരായിട്ട് ശ്യാമയ്ക്ക് മധുരം നൽകുന്നു. അവസാനം അരുണും അശ്വതിയും ഒരുമിച്ച് മധുരം കൊടുക്കാനായി ചെല്ലുന്നതാണ് കാണിക്കുന്നത്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.